മിസ് എങ്ങനെയുണ്ടായിരുന്നു S5 ഇലക്ട്രിക്കൽ സബ്ജക്റ്റിന്റെ എക്സാം? നമ്മുടെ S5 ഇലക്ട്രിക്കൽ എക്സാം വളരെയധികം നമ്മുടെ ക്രാഷ് ഒരുപാട് കുട്ടികളെ സഹായിച്ചു എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ആയിരുന്നു. കാരണം ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്ന സമയത്ത് മൈൻഡിൽ ഇങ്ങനെ വരുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് അതെന്താ എങ്ങനെയായ എന്നുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ അപ്പം എന്ത് ചെയ്തു വോയിസ് നമ്മൾ എന്ത് ചെയ്തു റിപ്ലൈ കൊടുത്തുകൊണ്ടായിരുന്നു. എന്നിട്ട് കുട്ടികൾ തന്നെ നമ്മളോട് ചോദിച്ചു, മിസ്സേ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാവില്ലേ എങ്ങനെ ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഈ സെക്ഷനാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 90% നമ്മൾ കൊടുത്ത ക്രാഷിന് കൊടുത്ത ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ നമ്മൾ എന്ത് ചെയ്തു റിപ്പോർട്ട് ചെയ്തു. അവരുടെ ഹാപ്പിനെസ് നമ്മളായിട്ട് ഷെയർ ചെയ്തു. അതിൽ ഒത്തിരി സന്തോഷം. S5 പവർ സിസ്റ്റത്തിന്റെ ആയിരുന്നു എക്സാം. S5 പവർ സിസ്റ്റം ആയിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം സിമ്പിളും ആയിരുന്നു. നമ്മൾ പഠിപ്പിച്ച നമ്മുടെ ക്ലാസ്സസും ക്രാഷും കിട്ടിയ കുട്ടിക്ക് ഒരു 90% എബോവ് വാങ്ങാവുന്ന രീതിയിലാണ് അതിലെ ക്വസ്റ്റ്യൻസ് ഇരിക്കുന്നത്. പണ്ടത്തെ എഞ്ചിനീയറിംഗ് മിസ് പഠിച്ച എഞ്ചിനീയറിംഗ് ഇപ്പോൾ നമ്മുടെ കോഴ്സ് കണ്ടു പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കുട്ടികളുടെയും ആ ഒരു ബെനിഫിറ്റ് വെച്ച് എന്ത് തോന്നുന്നു? ഇപ്പോ പഠിക്കുന്ന കുട്ടികൾക്കാണ് കുറച്ചുകൂടെ എന്താണ് അവർക്ക് ഒരു പ്രാക്ടിക്കലി അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ലൈവായിട്ടോ ഇങ്ങനെയൊക്കെയാണല്ലേ ഇവിടെ സംഭവിക്കുന്നത്, പവർ സിസ്റ്റത്തിൽ ഇങ്ങനെയാണ് ഫോൾട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇവിടുത്തെ ബേസിക് വരുന്നത് കാര്യങ്ങൾ അവർക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ ബുക്കിലൂടെ നോക്കുന്നു, നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നെങ്കിൽ ഇത്ര വിഷ്വലൈസേഷനും ഇത്രയ്ക്ക് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഇതിന് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കൂടുതലായിട്ട് അറിയുന്നത് ഇപ്പോഴാണ്. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് വെറുതെ ഒരു സിലബസിലുള്ള തിയറി പ്രോബ്ലം മാത്രമല്ല അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്തിനാണ് ഇത് പഠിക്കുന്നത്, എവിടെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്, ഒരു കൊറോണ എഫക്റ്റ് എന്നോ അല്ലെങ്കിൽ സ്കിൻ എഫക്റ്റ് എന്നോ അല്ലെങ്കിൽ എന്ത് പറയുകയാണെങ്കിൽ അത് എന്തിനാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് സിലബസിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളോട് എന്താണ് മിസ്സിന് പറയാനുള്ളത്? എഞ്ചിനീയറിംഗ് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹായിക്കുന്നതാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. കാരണം എന്താണ് പഠിക്കുന്നത്, ഞാൻ ഈ കോളേജിൽ വന്നിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്ത കുട്ടികളാണ് ഭൂരിഭാഗം പേരും നടക്കുന്നത്. പക്ഷെ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ ഏറ്റവും രസമുള്ളതാണ് ഇത് നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. കാരണം എന്താ, സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എന്താണ് ഐഡിയാസ് എന്താണ്, മെഷീൻ എങ്ങനെയാണ് കറങ്ങുന്നത്, പവർ സിസ്റ്റം കാരണം എങ്ങനെയാണ് ലൈറ്റ് ഇവിടെ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ വീട്ടിലൊരു സർവീസ് മെയിൻ പോകുന്നുണ്ടെങ്കിൽ അല്ലെ വീട്ടിലെ വീട്ടുകാരോട് നമുക്ക് ഇതാടാ ഞങ്ങൾ പഠിക്കുന്ന സർവീസ് മെയിൻ എന്ന് പറയാൻ പറ്റണമെങ്കിൽ എന്താണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അത് നമ്മുടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിലെ കുട്ടികൾക്ക് പറയാം. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബിടെക് സെക്ഷനെ ചേഞ്ച് ചെയ്യാം. താങ്ക് യു മാം. താങ്ക് യു.